അധ്വാനത്തിന് ഒരു സുവിശേഷമോ കേൾക്കുന്നവർക്ക് അല്പം കൗതുകം തോന്നുന്ന ഒരു വിഷയമാണിത്. പൊതുവെ നമ്മുടെയൊക്കെ ധാരണ അധ്വാനം പാപം മൂലം ഉണ്ടായതാണ്. അധ്വാനം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അധ്വാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ഇന്നത് ഒന്ന് ആഗ്രഹിച്ചാൽ ഉടനെ എനിക്കത് പ്രാപ്യമാണ്, ഞാൻ ഇന്നത് കൊതിച്ചാൽ ഉടനെ എനിക്കത് ലഭ്യമാണ് എന്നൊക്കെയായിരുന്നു പൊതുവെ ഉള്ളൊരു ധാരണ. അധ്വാനം പാപത്തിന്റെ ഫലമായിട്ടാണ് പലരും കണ്ടുപോകുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം മനുഷ്യന്റെ ആദ്യ പാപത്തെ പറ്റി വിവരിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ സംശയത്തിന് ഉളവാക്കുന്ന ഒരു കാര്യമാണ്. 17-ാം അധ്യായത്തിൽ ഇപ്രകാരമാണല്ലോ നമ്മൾ വായിക്കുന്നത്: നിന്റെ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോട് അതിൽ നിന്നും അഹോവർത്തികരിക്കും, മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്നും മുളയ്ക്കും. അതെ, നിന്റെ പാപത്തിന്റെ ഫലമായിട്ട് ദൈവം നൽകിയ ശിക്ഷയാണ് അധ്വാനത്തിന്റെ കയ്പ്, കാഠിന്യം എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരു വേദഭാഗമാണിത്. എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ്. അധ്വാനം സംതൃപ്തികരമായിരുന്നു, സന്തോഷകരമായിരുന്നു പാപം ചെയ്യുന്നതിന് മുമ്പ്. പാപം ചെയ്യുന്നതിന് ശേഷമോ അതിൻ്റെ സംതൃപ്തിയും അതിൻ്റെ സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുകയാണ് എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അധ്വാനം പാപത്തിന് മുമ്പ് ഇല്ലായിരുന്നു എന്നല്ല, മറിച്ച് പാപം ചെയ്തതിനു ശേഷം അതിൻ്റെ സംതൃപ്തിയും അതിൻ്റെ സന്തോഷവും നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാര വഹിക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനുമാകുന്നു, എൻ്റെ ദുഃഖം ഏറ്റുകൊണ്ട് എന്നോട് വരുപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാകുന്നു. അത് കർത്താവിനോട് ചേർന്ന് നാം അധ്വാനിക്കുമ്പോൾ, കർത്താവിനോട് ചേർന്ന് നാം ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ അധ്വാനം, നമ്മുടെ ജോലി ലഘുവാകുകയാണ്, മൃദുവാകുകയാണ്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ അത് സന്തോഷകരമായ ഒരനുഭവമാകുകയാണ്, സംതൃപ്തിയുടെ അനുഭവമാകുകയാണ്. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിൽക്കാത്ത അധ്വാനമോ അത് വിഷമമേറിയതും കയ്പും പ്രയാസമേറിയതും ത്യാഗവും ശപിക്കപ്പെടുന്നതൊക്കെ ആകുകയാണ്. ഈ കാര്യം സങ്കീർത്തനൻ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. 127-ാം സങ്കീർത്തനവും 128-ാം സങ്കീർത്തനവും നമുക്ക് ഇന്ന് വ്യക്തമാക്കി തരികയാണ്. 127-ാം സങ്കീർത്തനം ഇപ്രകാരം പറയുകയാണ്: യഹോവയുടെ പണിയാതിരുന്നാൽ പണിയുന്നവൻ വൃഥ അധ്വാനിക്കുന്നു, യഹോവയെ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അതെ, യഹോവയിലാണ് അധ്വാനത്തിന് ഫലമുണ്ടാകുന്നത്. പിന്നെ 128-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതെ, യഹോവയോട് ചേർന്ന് ജീവിക്കുന്നതിന് അധ്വാനം, യഹോവയോട് ചേർന്ന് പോകുന്നതിന് അധ്വാനത്തിന്റെ ഫലം നീ ആസ്വദിക്കുമെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അതിന് മാത്രമേ ഫലമുണ്ടോ എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിന്നുള്ള അധ്വാനത്തിന് ആശ്വാസമാണ്, ദൈവത്തോട് ചേർന്നുള്ള അധ്വാനം സംതൃപ്തിയാണ്, സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് അധ്വാനത്തിന്റെ സുവിശേഷം, അത് സുവിശേഷ പ്രഘോഷണം പോലെ മഹത്തായ കാര്യമാണ് അധ്വാനം. എന്നാൽ ഇന്നത്തെ ലോകത്തില് അധ്വാനം കൈപ്പേരിയിലായി മാറുകയാണെങ്കിൽ, ഇന്നത്തെ ലോകത്തിൽ അധ്വാനം പാടുകളായി മാറുകയാണെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയല്ല, മറിച്ച് ദൈവത്തോട് അകന്ന് അധ്വാനിക്കുന്നതുകൊണ്ടാണ് അത് കൈപ്പേറിയതായിട്ട്, അത് പാടുകയതായിട്ട്, അത് വിഷമമേറിയതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ സമൂഹവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുവാനായിട്ടുള്ളത്. ഇന്നത്തെ പൊതുവായിട്ടുള്ള ചിന്ത അടിക്കുന്ന ബ്രാൻഡിനും ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയുമാണ് ഏറ്റവും ഭാഗ്യമെന്ന രീതിയിലാണ് ലോകചിന്ത.
എന്നും അടിക്കുന്ന ബ്രാൻഡിയും ഒരിക്കലും അടിക്കാത്ത ലോട്ടറിയും. അത് ആശ്രയമാണ്. ലോട്ടറി എടുക്കുകയാണ് ആൾക്കാർ. കാരണം അധ്വാനിക്കാതെ ജീവിക്കുവാൻ വേണ്ടിയാണ് ലോട്ടറി എടുത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാടിന്റെ സംസ്കാരം അതായി മാറുകയാണ്. അധ്വാനത്തിന്റെ ഫലം കണ്ടെത്തുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് അധ്വാനിച്ചാൽ അത് സാധ്യമാണ്. സഭ ഒന്ന് മാറി ചിന്തിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ സഭയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് പള്ളിക്കൂടം എന്ന രീതിയിലാണെങ്കിൽ ഇന്ന് സഭ ചിന്തിക്കേണ്ടത് പള്ളിക്കൊരു പണിശാല എന്ന രീതിയിലാണ്. പണ്ടുള്ള പള്ളിക്കൂടങ്ങൾ കെട്ടിപ്പൊക്കുന്നതിൽ ഒരുപാട് സഭ ഉത്സാഹിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് ജനം മുഴുവനും അല്ലെങ്കിൽ നാനാജാതി മതസ്ഥര് വിദ്യാഭ്യാസം നേടുവാനായിട്ട് അത് സാധിച്ചു. എന്നാൽ ഇന്ന് മറ്റു പല വിഭാഗങ്ങളും വിദ്യാഭ്യാസം ഏറെ മുൻപന്തിയിലാണ്. ഇന്ന് ആവശ്യം നമ്മുടെ യുവജനങ്ങൾക്ക് വിദേശത്തേക്ക് പാരായണം ചെയ്യുകയാണ്. ഇന്ന് ആവശ്യം പള്ളിക്കൊരു പണിശാലയാണ്. അധ്വാനത്തിന്റെ മഹത്വം സഭ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പള്ളിയും ഒരു പണിശാല കെട്ടി പൊക്കുകയാണെങ്കിൽ, ഒരു പണിശാല രൂപ നൽകുകയാണെങ്കിൽ നമ്മുടെ യുവജനങ്ങള് ഈ നാട്ടിൽ തന്നെ സംതൃപ്തകരമായിട്ട് ജീവിക്കാനുള്ള അവസരമുണ്ടാകും. അതിന് സാധിക്കട്ടെ. കർത്താവിനെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.